സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യുക. അതുപോലെ വീഡിയോയുടെ താഴെ നിർബന്ധമായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്ന് 2023 ഓഗസ്റ്റ് 11 വെള്ളിയാഴ്ച ഒരു വീക്കെൻഡാണ്. നോക്കാം മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. US മാർക്കറ്റ് ജസ്റ്റ് ഓപ്പൺ ആയതേ ഉള്ളൂ. എന്തായാലും 90 പോയിന്റ് ഗ്രീനിലാണ് ഡോ ജോൺസ് ഓടിക്കൊണ്ടിരിക്കുന്നത്. S&P ബ്രേക്ക് ഈവനായി നിൽക്കുന്നേ ഉള്ളൂ. നെസ്ഡാക്ക് 70 പോയിന്റ് ബെയറിഷാണ്. ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ഒരു സമ്മിശ്ര പ്രതികരണത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് കംപ്ലീറ്റ്ലി റെഡിലാണ് പോകുന്നത്. ഏഷ്യൻ മാർക്കറ്റ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഒരു ബ്രേക്ക് ഈവൻ 19,485 ഒരു പോയിന്റ് നെഗറ്റീവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ റെഡിലാണ് ഒരുവിധം. നിക്കി 225 മാത്രമാണ് ഒരു ഗ്രീനിലുള്ളത്. ബാക്കിയെല്ലാം തന്നെ റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ്. ഓൾമോസ്റ്റ് വേൾഡ് സെന്റിമെന്റ്സ് നെഗറ്റീവിലേക്ക് പോവാണെന്ന് തോന്നുന്നു. ക്രൂഡ് ഓയിൽ ഇന്നലെ $83.82 ഉണ്ടായത് വീണ്ടും 83.20 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് 1921.24 ഉണ്ടായത് 1918.30 ആയിട്ട് ഗോൾഡ് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. USD INR റേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ 82 രൂപ 69 പൈസ ഉണ്ടായത് 82 രൂപ 84 പൈസയായിട്ട് സ്ലിപ്പായിട്ടുണ്ട്. എന്തായാലും ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ REC ലിമിറ്റഡ്, HCL ടെക്, ജിന്ദാൽ സ്റ്റീൽസ്, PNB, ഭാരത് ഫോർജ്, ICICI, GI, പവർ ഗ്രിഡ്, ടൈറ്റൻ, ഇന്ത്യ ഹോട്ടൽസ്, ജുബിലന്റ് ഫുഡ്സ്, പെർസിസ്റ്റന്റ്, IDFC ഫസ്റ്റ് ബാങ്ക് ഇത്രയും സ്റ്റോക്കുകൾ ലാഭം ഉണ്ടാക്കിയപ്പോൾ ICICI പ്രൂലി, കോൺകോർ, ലോറസ് ലാബ്സ്, ഇൻഡസ് ഇന്ത്യ ബാങ്ക്, വേദാന്ത ലിമിറ്റഡ്, ശ്രീറാം ഫിനാൻസ്, SBI ലൈഫ്, NTPC, ഡിവിസ് ലാബ്, UPL, ടാറ്റ കൺസ്യൂമർ, ചോല ഫിനാൻസ് ഇത്രയും കമ്പനികൾ നഷ്ടത്തിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിനകത്ത് നഷ്ടം ഉണ്ടാക്കിയ കമ്പനികൾ ഹയസ്റ്റ് ഉള്ളത് ICICI പ്രൂലിയാണ്. ലാഭം ഉണ്ടാക്കിയ കമ്പനിയിൽ REC ലിമിറ്റഡ് ആണ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇന്ന് 773 കമ്പനികൾ ലാഭം ഉണ്ടാക്കിയപ്പോൾ 1261 കമ്പനികൾ നഷ്ടമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 9,508 കോടിയുടെ ബൈങ്ങും 12,581 കോടിയുടെ സെല്ലിംഗും നടത്തിയത് വഴി 3,073 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 8,828 കോടിയുടെ ബൈങ്ങും 8,327 കോടിയുടെ സെല്ലിംഗും നടത്തിയത് വഴി 500 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. ഇന്ന് കൃത്യമായിട്ടും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കംപ്ലീറ്റ് അവരുടെ കാശൊക്കെ തന്നെ പിൻവലിച്ച് ഓടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന് എനിക്കറിയില്ല. എങ്കിൽ കൂടി 3,000 കോടിയുടെയൊക്കെ ഒരു സെല്ലിംഗ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഹെവിയാണ്. എന്തായാലും ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 2,572 കോടി രൂപ മാർക്കറ്റിൽ നിന്നും പിൻവലിക്കപ്പെട്ടതായിട്ടാണ് ഈ ഡാറ്റകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ ഒരു വീക്കിലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ രണ്ടുപേരും ഇരുകൂട്ടരും DIE FIയും ബയേഴ്സ് ആയിരുന്നു 1000 കോടി മാർക്കറ്റിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തലേ ദിവസം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബയേഴ്സ് ആയിരുന്നു, ഡൊമസ്റ്റിക് പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു. അങ്ങനെ ഒരു മിക്സ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇന്നലെ അതിനൊരു അതായത് ഇരുകൂട്ടരും ഒരേ പാറ്റേണിൽ വന്നു. ഇന്ന് അതിനനുസരിച്ച് അടിച്ചു വാരി കൊണ്ടുപോവുകയും ചെയ്തു. എന്തായാലും നോക്കാം നാളെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇന്നലെ 0.91 ഉണ്ടായിരുന്നത് അതേ സ്ഥിതിയിൽ തുടരുകയാണ്. അതായത് 0.91 മാർക്കറ്റ് ന്യൂട്രൽ എന്നൊരു സ്റ്റാറ്റസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 19,428 സ്പോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് 74 പോയിന്റ് മുകളിലായിട്ട് 19,502 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ പുട്ട് കോൾ റേഷ്യോ 0.8 ആയിരുന്നു. ഇന്ന് അത് വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. 0.71 ആയിട്ട് മാർക്കറ്റ് ക്ലിയർലി ബെയറിഷ് മോഡിലേക്ക് വന്നിട്ടുണ്ട്. 44,199 സ്പോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് 278 പോയിന്റ് മുകളിലായിട്ട് 44,477 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ മുകളിലാണ്. 19,500, 19,600, 19,700 റേഞ്ചിലാണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ്. അതായത് കോൾ റൈറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. എന്തായാലും 3,93,00,000 കോൾസും 3,24,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. അത് പ്രകാരമാണെങ്കിൽ പുട്ട് കോൾ റേഷ്യോ 0.8 ആണ് നിഫ്റ്റിയുടേത് കിട്ടുന്നത്. ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് നടക്കുന്നത് 19,428 എന്തായാലും 19,500 പോകാൻ അനുവദിക്കാത്ത രീതിയിൽ അവിടെ തടസ്സങ്ങളുണ്ട്. അഥവാ അത് കടന്നാലും 19,600 കടക്കാത്ത രീതിയിൽ അവിടെയും കോള് റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ 44,500 ഹയസ്റ്റ് ഇപ്പോൾ കിടക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ റൈറ്റ് ചെയ്തിട്ടുള്ളത് 44,500 അതായത് 37.55 ലക്ഷമാണ് അവിടെ കോൾ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്.
ദെൻ പുട്ട് കോൾ റേഷ്യോ 1,20,00,000 കോളും 1,12,00,000 പുട്ടുമാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പ്രകാരമാണെങ്കിൽ പുട്ട് കോൾ റേഷ്യോ 0.9 ആണ്. ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് 44,199 ഫിൻനിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 19,900 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. 48 ലക്ഷം കോളാണ് അവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. 1,56,00,000 കോളും 1,71,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. അത് പ്രകാരമാണെങ്കിൽ പുട്ട് കോൾ റേഷ്യോ 1.1 ആണ് കിട്ടുന്നത്. എന്തായാലും 19,718 മാർക്കറ്റ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഇനി മാർക്കറ്റ് മുകളിലോട്ട് പോകുമോ താഴോട്ട് പോകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും 19,900 കടന്നു പോകാൻ അനുവദിക്കില്ല എന്ന് തോന്നുന്നു. നാളെ 12-ാം തീയതി ശനിയാഴ്ച റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കാം. അധികം കമ്പനികൾ വായിക്കുന്നില്ല, വളരെ കുറച്ച് കമ്പനികൾ. അരബിന്ദോ ഫാർമ ഉണ്ട്, റെയിൽവേ, RVNL, JK സിമെന്റ്, ക്രോംപ്ടൺ ഗ്രേവ്സ്, ഫിനോലെക്സ്, അമരരാജ ബാറ്ററീസ്, PTC ഇൻഡസ്ട്രീസ്, സപ്രജിത്ത് എഞ്ചിനീയറിംഗ്, സിന്ധു ട്രേഡ് ലിങ്ക്സ്, ബ്ലാക്ക് ബോക്സ്, അഡ്വാൻസ് എൻസൈം ടെക്നോളജീസ്, PTC ഇന്ത്യ, കിർലോസ്കർ ഇൻഡസ്ട്രീസ്, മൈദാൻ അലോയ്സ്, ലാൻഡ്മാർക്ക് കാസ്, CRM സിൽക്ക് മിൽക്സ്, ദി ഒറീസ മിനറൽസ്, എവറഡി ഇൻഡസ്ട്രീസ്, വിദ്യ ടെലിലിങ്ക്സ്, MM ഫോർജിങ്സ്, KDDL, ഓപ്റ്റിമസ് ഇൻഫ്രാകോം, ഒദേവ് പ്ലാസ്റ്റിക്സ് ഇൻഡസ്ട്രീസ്, ഇങ്ങനെ കുറേ കമ്പനികളുണ്ട്. പക്ഷേ ഇതേ കൂടാതെ തിങ്കളാഴ്ചയും ഇതേപോലെ തന്നെ നിരവധി കമ്പനികളുടെ റിസൾട്ട് വരുന്നുണ്ട്. എന്തായാലും ഞാൻ മുഴുവൻ വായിക്കാൻ നിൽക്കുന്നത് നമുക്ക് കോർപ്പറേറ്റ് ആക്ഷൻസ് നോക്കാം അടുത്ത ആഴ്ചത്തേക്കുള്ള. ഓഗസ്റ്റ് 18 വെള്ളിയാഴ്ച കോർപ്പറേറ്റ് ആക്ഷൻസ് ഉള്ള കമ്പനികൾ നോക്കുകയാണ്. AK ക്യാപിറ്റൽ സർവീസസ് 6 രൂപ പെർ ഷെയർ, അപ്പോളോ ഹോസ്പിറ്റൽസ് 9 രൂപ പെർ ഷെയർ, AVT നാച്ചുറൽ പ്രോഡക്ട്സ് 60 പൈസ പെർ ഷെയർ, ബോംബെ മെട്രിക്സ് സപ്ലൈ 40 പൈസ ഷെയർ, കോൾ ഇന്ത്യ 4 രൂപ പെർ ഷെയർ, കണ്ടെയ്നർ കോർപ്പറേഷൻ 2 രൂപ പെർ ഷെയർ, ക്രസ്റ്റ് വെഞ്ചേഴ്സ് 1 രൂപ പെർ ഷെയർ, സൈബർ മീഡിയ 2 രൂപ പെർ ഷെയർ, ഡി ലിങ്ക് 5 രൂപ പെർ ഷെയർ, ഡി ലിങ്കിന്റെ സ്പെഷ്യൽ ഡിവിഡൻഡ് 5 രൂപ അഡീഷണൽ, അപ്പോൾ 10 രൂപ അത് വരുന്നുണ്ട്. EFC ലിമിറ്റഡ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ആണ്, ഒരു സ്റ്റോക്കിന് 5 ആയിട്ടാണ് അവർ സ്പ്ലിറ്റ് ചെയ്യുന്നത്. എലിക്സിയർ ക്യാപിറ്റൽ ലിമിറ്റഡ് 1 രൂപ 25 പൈസ, ഫോക്കസ് ലൈറ്റിംഗ്സ് 1 രൂപ 50 പൈസ, ഗോദാവരി പവർ ആൻഡ് ഇസ്പാറ്റ് ലിമിറ്റഡ് 4 രൂപ പെർ ഷെയർ, ഗ്രീൻ പ്ലൈ 50 പൈസ ഷെയർ, IFGL 7 രൂപ പെർ ഷെയർ, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ IRCTC 2 രൂപ പെർ ഷെയർ, ജിന്ദാൽ സ്റ്റീൽസ് 2 രൂപ, JK പേപ്പർ 4 രൂപ, KSC ലിമിറ്റഡ് 20 രൂപ, ലാൻഡ്കോർ ഹോൾഡിംഗ്സ് ബോണസ് ആണ്, 2 സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർക്ക് 1 സ്റ്റോക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പരിപാടിയാണ്. ലെഹാർ ഫുട്വെയർ 20 പൈസ, LIC ഹൗസിംഗ് ഫിനാൻസ് 8 രൂപ 50 പൈസ, മാഗ്ന ഇലക്ട്രോ 3 രൂപ, NGL ഫൈൻ കെമിക്കൽസ് 1 രൂപ 75 പൈസ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ONGC 50 പൈസ, പേജ് ഇൻഡസ്ട്രീസ് 75 രൂപ, പെട്രോനെറ്റ് LNG 3 രൂപ, പ്രുഡന്റ് കോർപ്പറേറ്റ് അഡ്വൈസറി സർവീസസ് 1 രൂപ 50 പൈസ, ക്യൂഗോ ഫിനാൻസ് 10 പൈസ, RBL ബാങ്ക് 1 രൂപ 50 പൈസ, ഷിൽപ്പ് ഗ്രാവേഴ്സ് 2 രൂപ 10 പൈസ, ശ്രീ ഓസ്വാൾ സീഡ്സ് ആൻഡ് കെമിക്കൽസ് അവർ സ്പ്ലിറ്റ് ആവുകയാണ്, അത് ഒരു സ്റ്റോക്കിന് 5 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. SIL ഇൻവെസ്റ്റ്മെന്റ് 2 രൂപ 50 പൈസ, സിർക്ക പെയിൻറ്റ്സ് 1 രൂപ 50 പൈസ, സോമിനി സെറാമിക്സ് 3 രൂപ, സോൾട്ടേജ് ടെക്സ്റ്റൈൽസ് 1 രൂപ, ടാറ്റ മെറ്റാലിക്സ് 5 രൂപ, ടേഗ ഇൻഡസ്ട്രീസ് 2 രൂപ, വിധി റെസ്റ്റോറൻറ്റ്സ് 50 പൈസ, വേൾപൂൾ ഇന്ത്യ 5 രൂപ പെർ ഷെയർ. ഇത്രയാണ് അടുത്ത വെള്ളിയാഴ്ച വരുന്ന കോർപ്പറേറ്റ് ആക്ഷൻസ്. നാളത്തേക്കുള്ള ഈവൻറ്റ്സ് ഒന്നും തന്നെ ലിസ്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. സെക്ടറൽ ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി PSU ബാങ്ക് മാത്രമാണ് ചെറിയ രീതിയിൽ ഗ്രീനിൽ അവസാനിച്ചിട്ടുള്ള, ബാക്കി എല്ലാം തന്നെ റെഡിലാണ് അവസാനിച്ചിട്ടുള്ള. ഒരുപാട് വായിക്കാനൊന്നുമില്ല. നിഫ്റ്റി PSU ബാങ്ക് ഒഴികെ ബാക്കി എല്ലാം റെഡിലാണ്. പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 11 പോയിന്റ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയത്. ഇൻട്രാഡേയിൽ 145 പോയിന്റ് അഥവാ 0.74% ഇൻട്രാഡേ മൂവ്മെന്റ് കിട്ടി. ഓപ്പണായ 19,554 നിന്ന് 126 പോയിന്റ് നഷ്ടത്തിൽ 19,428 മാർക്കറ്റ് അവസാനിച്ചു. സെൻസെക്സ് 40 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പണായി. ഇൻട്രാഡേയിൽ 453 പോയിന്റ് അഥവാ 0.69% മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 65,727 നിന്ന് 405 പോയിന്റ് താഴെയായിട്ട് 65,322 ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് 1.05% വർദ്ധിച്ചുകൊണ്ട് 11.52 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് 26 പോയിന്റ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയത്. ഇൻട്രാഡേയിൽ 450 പോയിന്റ് 1.01% മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 44,568 369 പോയിന്റ് നഷ്ടത്തിൽ 44,199 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്.
നിഫ്റ്റി 23 പോയിന്റ് ഗ്യാപ്പ് അപ്പിലാണ് ഇന്ന് ഓപ്പൺ ആയത്. ഇൻട്രാഡേയിൽ 216 പോയിന്റ് അഥവാ 1.08% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 19,913 195 പോയിന്റ് താഴെയായിട്ട് 19,718 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി ഓപ്പൺ ആയത് ബ്രേക്ക് ഡൗൺ ലെവലിന്റെ താഴെ ഓപ്പൺ ആയിട്ട് നേരെ താഴോട്ട് വരികയായിരുന്നു. പക്ഷേ പ്രോപ്പർലി ഒരു ട്രേഡ് എടുക്കാൻ പറ്റുന്ന വിധത്തിലൊന്നും ആയിരുന്നില്ല ഇന്നത്തെ പോക്ക്. പെട്ടെന്ന് അപ്പ് ഡൗൺ മൂവ്മെന്റ് വന്നതുകൊണ്ട് തന്നെ പല സമയത്തും എന്താ പറയുക പ്രോപ്പർലി ട്രേഡുകൾ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പോലെയുള്ള പരിപാടികളായിട്ടാണ് ഫീൽ ചെയ്തത്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും ബാങ്ക് നിഫ്റ്റിന്ന് അത്യാവശ്യം മൂവ്മെന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ മോർണിംഗിൽ നല്ല രീതിയിൽ ഒറ്റ ക്യാൻഡിൽ അത് വലിയ ഹെവി മൂവ്മെന്റ് കൊടുത്തു. ദെൻ അത് അവിടെ കൺസോൾട്ടേറ്റ് ചെയ്തു, ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ട് ഇങ്ങനെ പോയി. പിന്നെ ആഫ്റ്റർനൂൺ സെഷനിൽ ഒരു ഫോളിനുള്ള സിഗ്നൽ, ഫേക്ക് സിഗ്നൽ നൽകിക്കൊണ്ട് ആൾക്കാരുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് ഇതായി ഭാഗത്തെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. കാരണം പ്രോപ്പർലി ഇത് റാസ് ലെവൽസ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഒരു ഫോള് കറക്റ്റായിട്ട് സിഗ്നൽ കൺഫേം ആവുന്ന മൊമെന്റിൽ തിരിഞ്ഞ് ഒറ്റ വരവായിരുന്നു. അപ്പോൾ അതിൻ്റെ എൻട്രി പോയിന്റിന്റെ മുകളിലോട്ട് കയറിപ്പോയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ കണ്ടില്ലേ, താഴോട്ട് വന്നു, പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് റിക്കവറി ആയിട്ട് തിരിച്ച് കയറി വരികയും ചെയ്തു. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നം തന്നെ ആയിരുന്നു ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ. ഹെവി മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഇനി നമുക്ക് ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയിൽ മോർണിംഗിൽ ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടിയതുപോലെ തന്നെ ഒരു ഹെവി ക്യാൻഡിൽ വന്നു. പിന്നെ ഈ ഒരൊറ്റ ലൈൻ റാസ് ലെവൽസിന്റെ 19,809 എന്നുള്ള ആ ഒരു ലൈനിൽ കണ്ടിന്യൂസ്ലി അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. വൈകുന്നേരത്തേക്ക് ഒരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയ രീതിയിലൊരു ഫോള് കാഴ്ചവെച്ചു. പക്ഷെ അതൊക്കെ തന്നെ സ്റ്റോപ്പ് ലോസ് എടുത്തു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു പരിപാടിയായിരുന്നു. സെൻസെക്സിൽ ഇന്ന് കുഴപ്പമില്ലാത്ത ട്രേഡുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. മോർണിംഗിൽ ഈ ഒരു ഫോളിലും പിന്നീടുള്ള അത് ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് സെൻസെക്സിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ട്രേഡ് എടുക്കാൻ പറ്റും. നിഫ്റ്റിയിലും സെൻസെക്സ് ഓക്കെയാണ്. ബാങ്ക് നിഫ്റ്റിയാണ് ഏറ്റവും പെശകായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ ഓവറോൾ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്ലിയർലി ഒരു ബെയറിഷിന്റെ ഒരു സിഗ്നൽ നമുക്ക് തന്നു കഴിഞ്ഞു. ഇനി അധികം ഒന്നും ഇതിനെക്കുറിച്ച് വായ്തോരാതെ പ്രസംഗിക്കാനൊന്നും ഇല്ല. ഇനി നേരെ വരിക, അടുത്ത ടാർഗറ്റ് എന്ന് 19,338 അതവിടെ അച്ചീവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇവിടെ ഈ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒറ്റപ്പടിയും വന്ന ഡയറക്ഷനിൽ നിന്ന് തിരിച്ചു പോകാൻ ഒരു രീതിയിലും അത് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് ഈ രീതിയിലൊരു ക്യാൻഡിൽ വരിക, ഈ സപ്പോർട്ടിൽ ടച്ച് ചെയ്യുക എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അതിനുശേഷം ചിലപ്പോൾ ഒരു പ്രതിഭാസം സംഭവിക്കാനുള്ളത്, ഇവിടെ ഒരു ടച്ചിങ് വന്നു, പുൾ ബാക്ക് വന്നു, ഇവിടെ നിന്ന് വന്ന് ടച്ച് ചെയ്യുമ്പോൾ ഞാനിത് ഓൾറെഡി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഒന്നുകിൽ ഡബിൾ ബോട്ടം എന്നുള്ള ഒരു പാറ്റേൺ സ്വീകരിക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഫർദർ ഫോൾ ഉണ്ടാകും. രണ്ടുണ്ടാകും സാധ്യതയുണ്ട്. എന്തായാലും അടുത്ത തിങ്കളാഴ്ചത്തെ ദിവസം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. തിങ്കളാഴ്ച എന്തായാലും താഴെ വന്ന് ടച്ച് ചെയ്യും, അതിനുശേഷമാണ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമ്മൾ നോക്കേണ്ടത്. ബാങ്ക് നിഫ്റ്റിയും അതേ രീതിയിൽ തന്നെയാണ്. അതിനകത്തും വലിയൊരു സംഭവങ്ങളൊന്നും പറയാനില്ല. ഓൾറെഡി അത് ക്ലിയർലി ബെയറിഷ് സിഗ്നൽ നമുക്ക് തന്നു കഴിഞ്ഞു. ഇവിടെ നമ്മൾ സപ്പോർട്ട് ടച്ച് ചെയ്തപ്പോൾ കണ്ടില്ല, അവിടെ സപ്പോർട്ട് എടുത്ത് റിജക്ഷൻ മുകളിലോട്ട് തന്നെ കയറി വന്നതുണ്ടോ. ഇനി അത് താഴോട്ട് പോകും ഈ ഒരു ലെവലിൽ നിന്ന്. പിന്നീട് ഒന്നുകിൽ സൈഡ് വൈസ് അല്ലെങ്കിൽ അപ്പ് മൂവ്മെന്റ്, അതോ അല്ലെങ്കിൽ ഫർദർ ഫോള്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അത് ഒരുപാട് പ്രസംഗിക്കാനുള്ള കാര്യങ്ങളല്ല. ഇനി യാഥാർത്ഥ്യം മനസ്സിലാക്കി അതിൻ്റെ കൂടെ പോവുക എന്നുള്ളതാണ്. ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാക്കുക. അതേപോലെ ഫിൻ നിഫ്റ്റി ചൊവ്വാഴ്ച സ്വാതന്ത്ര്യ ദിനത്തിന്റെ അവധിയാണ്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ആയിരിക്കും ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ഉണ്ടാവുക. പ്രത്യേകം ശ്രദ്ധിക്കുക. ഫിൻ നിഫ്റ്റി ഇവിടെ ഈ ഒരു സപ്പോർട്ട് ലൈനിൽ വന്നിട്ട് ടച്ച് ചെയ്യുക, തിരിച്ച് ഇവിടുന്ന് തന്നെ ഈ ഒരു കൺസോൾട്ടേഷനിൽ പോവുക എന്നുള്ളതായിരിക്കും മറ്റന്നാൾ തിങ്കളാഴ്ച കാഴ്ചവെക്കുന്ന ഒരു പരിപാടി. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ മാത്രമില്ല. അത് ചൊവ്വാഴ്ച എക്സ്പയറി ഉള്ളത് പെട്ടെന്ന് തിങ്കളാഴ്ചത്തേക്ക് മാറിയപ്പോൾ എക്സ്പയറി ഡേ ട്രേഡ് സെറ്റപ്പ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. സോ നോക്കാം എന്തായാലും. ഇനി സെൻസെക്സ് നോക്കണം. സെൻസെക്സ് നിഫ്റ്റിയുടെ അതേ പാത്താണ് ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് എവിടെയൊക്കെ ഈ 2 ലൈൻസ് അല്ലെങ്കിൽ 3 ലൈൻസ് അടുത്ത് വരുന്നുണ്ടോ കടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ നിന്നില്ലേ കയറിയിട്ട് ആ ലൈൻസിൽ പോയി സപ്പോർട്ട് എടുത്ത് തിരിച്ച് അതേപോലെ ഇറങ്ങി വരികയാണ്. ഇനി ഇത് ടച്ച് ചെയ്യണം, ദെൻ ഇത് ടച്ച് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ലോവർ സൈഡിൽ ഇപ്പം 64,338 ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് കയറി പോകണം, അല്ലെങ്കിൽ സൈഡ് വൈസ് ആവണം. നോക്കാം എങ്ങോട്ടാണ് പോകുന്നതെന്ന്. മാർക്കറ്റ് അതിൻ്റെ വഴിക്ക് പോകും. നമ്മൾ പറഞ്ഞൊന്നും എഴുതിയിട്ടത് നമ്മൾ പറഞ്ഞ വഴിക്കൊന്നും പോവില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ പറഞ്ഞതുപോലെ അത് എത്തിപ്പെടാറുണ്ട്. യാദൃശ്ചികമായിരിക്കാം, അല്ലെങ്കിൽ അതൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും. എന്ത് തന്നെയായാലും ഇവിടെ മിഡ് ക്യാപ്പ് ഇപ്പോൾ ഒരു എൻഗൾഫിംഗ് ബെയറിഷ് എൻഗൾഫിംഗ് ആയിട്ടുള്ള ഒരു സിഗ്നലാണ് തന്നിട്ടുള്ളത്. നോർമലി ഇങ്ങനെ ഒരു പാറ്റേൺ വന്നു കഴിഞ്ഞാൽ ഫർദർ ഫോൾ ആണ് ഉണ്ടാവേണ്ടത്.
അത് എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. എന്തായാലും അത് ആ ഒരു ബെയറിഷ് വരുന്നതിൻ്റെ തൊട്ട് മുൻപേ ഉള്ള സിഗ്നൽസ് നോക്കിയാൽ മതി. ഈ രീതിയിലായിരിക്കും മിക്കവാറും ഉണ്ടാവുക ബെയറിഷ് എൻഗൾഫിംഗ് ആയിട്ട്. ഓൾറൈറ്റ്, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയാണുള്ളത്. നാളെ അവധിയാണ്. ഇനി ഇതിനകത്ത് ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര് കാണുന്നുണ്ടെന്നറിയാം. എന്നാലും നിങ്ങൾക്ക് അതിനകത്ത് ഇനിയും വേണമെന്നതോ അല്ലെങ്കിൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കണ്ടന്റ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നിർബന്ധമായിട്ട് ഇവിടെ ഷെയർ ചെയ്യേണ്ടത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.